SSC CHSL 2025 ടയർ 1-ന്റെ ഫൈനൽ സ്കോർ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ SSC CHSL പരീക്ഷ എഴുതിയ കുറേ ആൾക്കാർ അവരുടെ മാർക്ക് നല്ല രീതിയിൽ കുറഞ്ഞു, ഇത്ര മാർക്ക് കുറഞ്ഞു, 25 മാർക്ക് എനിക്ക് നെഗറ്റീവ് വന്നു, എന്തെങ്കിലും സ്കാം ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ നോട്ടീസ് ഒന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ സ്കോർ നല്ല രീതിയിൽ വേരി ചെയ്ത് ഇത്ര മാർക്ക് കുറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ റോ മാർക്ക് ഇത്രയായിരുന്നു അല്ലെങ്കിൽ ഇത്ര മാർക്കാണ് നിങ്ങൾക്ക് കുറഞ്ഞത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എത്ര മാർക്കാണ് കുറഞ്ഞത്, ഏത് ഷിഫ്റ്റിലാണ് നിങ്ങൾ പരീക്ഷ എഴുതിയതെന്നും കൂടി നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത്തരത്തിൽ ഇതെന്തെങ്കിലും റിയൽ കൺസേൺ ആണോ എന്ന് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. സോ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം നിങ്ങളുടെ റോ സ്കോറും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ സ്കോർ എത്രയാണ്, ഏത് ദിവസമാണ് നിങ്ങൾ പരീക്ഷ എഴുതിയെന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതൊരു സീരിയസ് കൺസേൺ ആണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള ഒരു അന്വേഷണം തീർച്ചയായിട്ടും നടത്താൻ സാധിക്കുന്നതാണ്. ആദ്യം നമുക്ക് എന്താണ് ഈ സംഭവം, എന്താണ് നിങ്ങളുടെ സ്കോർ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത്തരത്തിലൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു നോട്ടീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാർച്ച് 19-നാണ് വന്നത്. അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ടയർ 1 പരീക്ഷ നടത്തി. CHSLന്റെ 2025-ലേക്കുള്ള ടയർ 1 പരീക്ഷ കണ്ടക്ട് ചെയ്തു. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. ടയർ 1 കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിൻ്റെ റെസ്പോൺസ് ഷീറ്റ്, കാൻഡിഡേറ്റ് റെസ്പോൺസ് ഷീറ്റ് 19/3/2026 അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് ക്വാളിഫൈ ആയതും ക്വാളിഫൈ ആകാത്തതുമായ എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും നിങ്ങളുടെ ഫൈനൽ സ്കോർ കാർഡ് ഡീറ്റെയിൽസ് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. കാൻഡിഡേറ്റ്സ് ഹാവ് ആൾസോ ബീൻ മെയ്ഡ് ലൈവ് ഓൺ ദ വെബ്സൈറ്റ് ഓഫ് കമ്മീഷൻ. കാൻഡിഡേറ്റ് മേ ഓൾസോ ചെക്ക് ദെയർ ഇൻഡിവിജ്വൽ മാർക്സ് ഡ്യൂറിംഗ് ദ പീരീഡ് ഫ്രം 19/3/2026 ടു 9/4/2020. നിങ്ങളുടെ ഇൻഡിവിജ്വൽ മാർക്സ് 19/3/2026 മുതൽ 9/4/2026 വരെയുള്ള സമയത്ത് ചെക്ക് ചെയ്യാമെന്നാണ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ രജിസ്റ്റേർഡ് IDയും പാസ്വേഡും വെച്ചിട്ട് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താണ് ചെയ്യേണ്ടത്. ഇവിടെ പ്രത്യേകം അതിൻ്റെ താഴത്തെ പോയിന്റിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഫൈനൽ ആൻസർ കീ അതിൻ്റെ കാൻഡിഡേറ്റ് റെസ്പോൺസ് ഷീറ്റ് കൃത്യമായിട്ടും കീപ്പ് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുത്ത് കീപ്പ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും കൺസേൺസ് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫൈനൽ ആൻസർ കീയും കാൻഡിഡേറ്റ് റെസ്പോൺസ് ഷീറ്റും ആവശ്യമാണ്. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് അതുപോലെ പ്രിൻ്റ് എടുത്ത് കീപ്പ് ചെയ്ത് വെക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് അതിന് വേണ്ടി ലോഗിൻ ലിങ്ക് ഫോർ ഫൈനൽ ആൻസർ കീ ഇവിടെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആ പേജിലേക്ക് പോകാനും സാധിക്കുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വേരിയേഷൻ വന്നതെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു നോർമലൈസേഷൻ റൂളിൽ ചേഞ്ച് വന്നതുമായിട്ട് ബന്ധപ്പെട്ട്, നോർമലൈസേഷൻ നടത്തുന്ന പ്രൊസീജിയേഴ്സിൽ ചേഞ്ച് വന്ന കാര്യങ്ങൾ നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോർമലൈസേഷനിൽ ഒരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എത്തരത്തിലാണ് വരുന്നതെന്നുള്ളത് നമുക്ക് ഈ നോർമലൈസേഷൻ സ്കോർ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സ്കോർ അതിൽ വന്ന ചേഞ്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് ഈ ചേഞ്ച് വന്നതെന്ന് ചോദിച്ചാൽ, നേരത്തെയുള്ള നോർമലൈസേഷൻ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഏറ്റവും ഈസിയസ്റ്റ് ഷിഫ്റ്റും അതുപോലെ തന്നെ ടഫസ്റ്റ് ഷിഫ്റ്റിനെയും ബേസ് ചെയ്താണ് നോർമലൈസേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഷിഫ്റ്റിൽ വരുന്ന ഒരു ഈസി ഷിഫ്റ്റും ഒരു ടഫ് ഷിഫ്റ്റും ഉണ്ടെങ്കിൽ ആ രണ്ട് ഷിഫ്റ്റുകളെ ബേസ് ചെയ്താണ് നോർമലൈസേഷൻ നേരത്തെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ആവറേജിങ് ചെയ്താണ് നോർമലൈസേഷൻ ഇപ്പോഴത്തെ പുതിയ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ആവറേജിങ് ടോട്ടൽ ഷിഫ്റ്റുകളുടെ മാർക്കിൻ്റെ ആവറേജിനെ ബേസ് ചെയ്താണ് നോർമലൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള ചേഞ്ച് കാരണമായിരിക്കണം തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സ്കോറിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് വന്നത്. ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടെന്നാണ് ഞാനിപ്പോൾ ഈ ഒരു സമയം വരെ അറിഞ്ഞത്. 27 മാർക്ക് നെഗറ്റീവ് വന്ന അല്ലെങ്കിൽ -26 മാർക്ക് വന്ന ആൾ ഉൾപ്പെടെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാൾ. അപ്പോൾ അതുകൊണ്ട് ചിലർക്ക് 10 മാർക്ക് കുറഞ്ഞ ആൾക്കാരുണ്ട്, 12 മാർക്ക് കുറഞ്ഞ ആൾക്കാരുണ്ട്, അങ്ങനെ പലതരത്തിൽ ഉള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ കൂടിയ മാർക്കുള്ളവർ വിളിച്ചു കാണില്ല, കാരണം അതിനുള്ള ആവശ്യമില്ല. അവർക്ക് എന്തുകൊണ്ട് ഈ മാർക്ക് ഇത്രയും കുറഞ്ഞു എന്ന് അറിയാൻ വേണ്ടിയാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ CHSL എക്സാമിന് ഇത്രത്തോളം മാർക്കിൽ വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇതൊരു റിയൽ കൺസേൺ ആണോ അല്ലെങ്കിൽ ഒരു സ്കാം ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ ആവാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി കുറച്ചുകൂടി സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാനായിട്ട് അതിൻ്റേതായ സമയം വരും. എന്തുകൊണ്ട് ഇത്രയും വേരിയേഷൻ വന്നു എന്നുള്ളതെല്ലാം നമുക്ക് വരുന്ന സമയങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.